ബ്രസീലിൽ വെച്ച് ലോകകപ്പ് കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ച് നഷ്ടപ്പെട്ടത് മെസ്സിക്ക് വലിയ തിരിച്ചടിയായി. ഫൈനൽ വരെ എത്താൻ കഴിഞ്ഞെങ്കിലും ശക്തരായ ജർമ്മനിക്ക് മുന്നിലുണ്ടായ പരാജയം മെസ്സിയെ വല്ലാതെ തളർത്തി. ടൂർണമെന്റിലെ മികച്ച താരത്തിനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം ഏറ്റുവാങ്ങാൻ നടന്നുപോകുമ്പോൾ ലോകകപ്പ് ട്രോഫിക്കരികിലൂടെ തല താഴ്ത്തിപ്പോകുന്ന മെസ്സി ആരാധകരുടെ വേദനയായി മാറി. സ്വന്തം രാജ്യത്തിനു വേണ്ടി ഒരു വിശ്വകിരീടം നേടുക എന്ന തന്റെ ജീവിത ലക്ഷ്യം കൈയകലത്തിൽ നഷ്ടമായത് അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അധികമായിരുന്നു. ആ രാത്രി മാറക്കാനയിലെ ഡ്രസ്സിംഗ് റൂമിൽ ആരോടും സംസാരിക്കാതെ നിശബ്ദനായി കണ്ണീർ വാർക്കുന്ന മെസ്സിയെയാണ് സഹതാരങ്ങൾ കണ്ടത്. ലോകകപ്പിന് ശേഷം മെസ്സിയെ കാത്തിരുന്നത് വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു. ബാഴ്സലോണയ്ക്ക് വേണ്ടി കളിക്കുന്ന മെസ്സി എന്തുകൊണ്ട് അർജന്റീനയ്ക്ക് വേണ്ടി ഫൈനലിൽ ഗോൾ അടിച്ചില്ല എന്ന ചോദ്യം മാധ്യമങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു. തളർച്ചയിൽ നിന്ന് മെസ്സിയെ കൈപിടിച്ചുയർത്തിയത് ബാഴ്സലോണയിലെ അദ്ദേഹത്തിന്റെ പുതിയ കൂട്ടുകെട്ടായിരുന്നു. ലൂയിസ് സുവാരസും നെയ്മറും മെസ്സിക്കൊപ്പം ചേർന്നതോടെ ഫുട്ബോൾ ലോകം ഭയന്ന MSN സഖ്യം രൂപപ്പെട്ടു. കളിക്കളത്തിലെ ഈ സൗഹൃദം മെസ്സിയുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാൻ സഹായിച്ചു. ലൂയിസ് സുവാരസും നെയ്മറുമായി മെസ്സി പുലർത്തിയ ആത്മബന്ധം കേവലം ഗോളടിക്കുന്നതിൽ മാത്രം ഒതുങ്ങിയില്ല. അവർ മൈതാനത്തിനകത്തും പുറത്തും ഒരേ കുടുംബം പോലെ കഴിഞ്ഞു. മെസ്സി, സുവാരസ്, നെയ്മർ സഖ്യം ലോകത്തെ ഏറ്റവും ഭയാനകമായ ആക്രമണ നിരയായി മാറി. ആ സീസണിൽ മാത്രം ഈ മൂവർ സംഘം ചേർന്ന് 122 ഗോളുകളാണ് അടിച്ചുകൂട്ടിയത്. മെസ്സി തന്റെ പഴയ ഫോൾസ് 9 പൊസിഷനിൽ നിന്ന് വലത് വിങ്ങിലേക്ക് മാറിയത് ടീമിന്റെ മൊത്തം കളി ശൈലിയെ തന്നെ മാറ്റിമറിച്ചു. അവിടെ നിന്ന് കളി നിയന്ത്രിക്കാനും സഹതാരങ്ങൾക്ക് ഗോൾ അവസരങ്ങൾ ഒരുക്കാനും മെസ്സിക്ക് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിച്ചു. 2014-15 സീസൺ മെസ്സിയുടെ കരിയറിലെ ഏറ്റവും ഐതിഹാസികമായ കുതിപ്പുകളുടെ സീസണായി. യൂറോപ്പിലെ 3 പ്രധാന കിരീടങ്ങളും ഒരു സീസണിൽ തന്നെ സ്വന്തമാക്കി ലോകത്തെ വീണ്ടും വിസ്മയിപ്പിക്കുകയായിരുന്നു ആ 10ാം നമ്പർ മജീഷ്യൻ. ലാ ലിഗ കിരീടം ഉറപ്പാക്കാൻ അത്ലറ്റിക്കോ മാഡ്രിഡിനെ അവരുടെ തട്ടകത്തിൽ പരാജയപ്പെടുത്തണമായിരുന്നു. കളി മുറുകി നിൽക്കെ പെഡ്രോയുമായി ചേർന്ന് നടത്തിയ ഒരു മിന്നൽ നീക്കത്തിനൊടുവിൽ മെസ്സി നേടിയ ഗോൾ ബാഴ്സലോണയ്ക്ക് സ്പാനിഷ് ലീഗ് കിരീടം സമ്മാനിച്ചു. ആ വർഷത്തെ കോപ്പ ഡെൽ റേ ഫൈനലിൽ അത്ലറ്റിക് ബിൽബാവോക്കെതിരെ പകുതി മൈതാനത്തോളം ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് മെസ്സി നേടിയ ഗോൾ ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഇൻഡിവിജ്വൽ ഗോളുകളിൽ ഒന്നായി മാറി. എന്നാൽ ലോകത്തെ ശരിക്കും ഞെട്ടിച്ചത് ചാമ്പ്യൻസ് ലീഗ് സെമിഫൈനലിൽ പഴയ ഗുരുവായ പെപ് ഗോർഡിയോള നയിച്ച ബയേൺ മ്യൂണിക്കിനെതിരെ മെസ്സി നടത്തിയ പ്രകടനമായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡർ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജെറോം ബോട്ടെങ്ങിനെ ഒരു തകർപ്പൻ ഡ്രിബ്ലിംഗിലൂടെ നിലംപരിശാക്കി ഐതിഹാസിക ഗോൾ കീപ്പർ മാനുവൽ നോയർക്ക് മുകളിലൂടെ പന്ത് ചിപ്പ് ചെയ്ത് വലയിലെത്തിച്ചപ്പോൾ ക്യാമ്പ് നൗ പ്രകമ്പനം കൊണ്ടു. ഒടുവിൽ യുവന്റസിനെ ഫൈനലിൽ തകർത്ത് ചാമ്പ്യൻസ് ലീഗും സ്വന്തമാക്കിയതോടെ ഫുട്ബോൾ ചരിത്രത്തിൽ 2 തവണ ട്രിബിൾ നേടുന്ന ലോകത്തിലെ ആദ്യത്തെ ക്ലബ്ബായി ബാഴ്സലോണ മാറി. ഒരു ഫുട്ബോൾ ക്ലബ്ബ് ഒരു സീസണിൽ തന്നെ കളിക്കുന്ന പ്രധാന 3 കിരീടങ്ങളും നേടുന്നതിനെയാണ് ട്രിബിൾ എന്ന് വിളിക്കുന്നത്. എല്ലാ ടൂർണമെന്റുകളിലുമായി 58 ഗോളുകളും 27 അസിസ്റ്റുകളും ആ സീസണിൽ മാത്രം സ്വന്തമാക്കിയ മെസ്സി തന്റെ 5ാം ബാലൻ ഡിയോർ പുരസ്കാരം ഉയർത്തിക്കൊണ്ട്
ഫുട്ബോൾ ലോകം ഇപ്പോഴും തന്റെ കാൽ കീഴിലാണെന്ന് വിളിച്ചു പറഞ്ഞു. മൈതാനത്ത് കിരീടങ്ങൾ വാരിക്കൂട്ടുമ്പോഴും മെസ്സിയുടെ സ്വകാര്യ ജീവിതം കടുത്ത വെല്ലുവിളികളിലൂടെയാണ് കടന്നുപോയത്. സ്പെയിനിലെ നികുതി കേസുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന നിയമ പോരാട്ടങ്ങൾ ആ അത്ഭുത പ്രതിഭയെ മാനസികമായി വല്ലാതെ ഉലച്ചുകളഞ്ഞു. 2007 മുതൽ 2009 വരെയുള്ള കാലയളവിൽ നികുതി വെട്ടിച്ചു എന്നാരോപിച്ച് സ്പാനിഷ് അധികൃതർ ലയണൽ മെസ്സിക്കും പിതാവ് ജോർജ് മെസ്സിക്കുമെതിരെ വിചാരണ ആരംഭിച്ചു. കേവലം ഒരു സാമ്പത്തിക കേസ് എന്നതിലുപരി സ്പാനിഷ് മാധ്യമങ്ങൾ ഇതിനെ വലിയൊരു വിവാദമാക്കി മാറ്റി. താനോ തന്റെ പിതാവോ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തന്റെ സമ്പാദ്യം കൈകാര്യം ചെയ്യുന്നത് മറ്റുള്ളവരാണെന്നും മെസ്സി ആവർത്തിച്ചു പറഞ്ഞു. എന്നിരുന്നാലും ഒരു കുറ്റവാളിയെപ്പോലെ കോടതിപ്പടവുകൾ കയറേണ്ടി വന്നത് മെസ്സിയുടെ ആത്മവിശ്വാസത്തെയും സ്വസ്ഥതയെയും ബാധിച്ചു. സ്പാനിഷ് സർക്കാരിന്റെ വേട്ടയാടൽ സഹിക്കാൻ വയ്യാതെ ബാഴ്സലോണ വിട്ടുപോകുന്നതിനെക്കുറിച്ചുപോലും ആ കാലയളവിൽ മെസ്സി ഗൗരവമായി ചിന്തിച്ചു. മറ്റൊരു വശത്ത് അർജന്റീനിയൻ ദേശീയ ടീമിനൊപ്പം നേരിട്ട തുടർച്ചയായ പരാജയങ്ങൾ മെസ്സിയുടെ ദേശസ്നേഹത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് മാറി. ബാഴ്സലോണയുടെ മെസ്സി അർജന്റീനയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് വിമർശകർ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു. 2014 ലോകകപ്പ് ഫൈനലിലെ ആഘാതത്തിൽ നിന്ന് അർജന്റീന കരകയറി വരുന്നതേയുണ്ടായിരുന്നുള്ളൂ. കൃത്യം ഒരു വർഷത്തിനു ശേഷം 2015 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിക്കുകയായി. തന്റെ രാജ്യത്തിനു വേണ്ടി ഒരു വിജയകിരീടം നേടുകയെന്ന വർഷങ്ങൾ നീണ്ട ആഗ്രഹം സഫലീകരിക്കാനുള്ള പരിശ്രമങ്ങളിലേക്ക് മെസ്സി കടന്നു. ടൂർണമെന്റിലുടനീളം മികച്ച പ്രകടനം കാഴ്ചവെച്ച് അർജന്റീന ഫൈനലിലെത്തി. സെമിഫൈനലിൽ പരാഗ്വേയെ 6-1 തകർത്ത് വിശ്വരൂപം കാണിച്ച മെസ്സിയും സംഘവും കിരീടം ഉറപ്പിച്ചിരുന്നു. എന്നാൽ ഫൈനലിൽ ആതിഥേയരായ ചിലി അതിശക്തമായ പ്രതിരോധം തീർത്തു. 90 മിനിറ്റും അധിക സമയവും കഴിഞ്ഞിട്ടും ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. ഒടുവിൽ വിധി നിശ്ചയിക്കാൻ പെനാൽറ്റി ഷൂട്ടൌട്ട് വേണ്ടിവന്നു. അർജന്റീനയുടെ ആദ്യ കിക്കെടുത്ത മെസ്സി അത് ലക്ഷ്യത്തിലെത്തിച്ചു. എന്നാൽ പിന്നീട് വന്ന ഹിഗ്വിനും ബെനേഗയും കിക്കുകൾ പാഴാക്കി. ചിലി തങ്ങളുടെ 4 കിക്കുകളും വലയിലാക്കിയതോടെ അർജന്റീനയ്ക്ക് വീണ്ടും തോറ്റ് കണ്ണീരോടെ മടങ്ങേണ്ടി വന്നു. ടൂർണമെന്റിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ പുരസ്കാരത്തിന് മെസ്സിയെ തെരഞ്ഞെടുത്തിരുന്നു. കിരീടം നഷ്ടപ്പെട്ടതിന്റെ കടുത്ത നിരാശയിലായിരുന്നതിനാൽ ആ പുരസ്കാരം തനിക്ക് വേണ്ടെന്ന് മെസ്സി അധികൃതരെ അറിയിച്ചു. സാധാരണയായി ഫൈനലിന് ശേഷം റണ്ണറപ്പ് മെഡലുകൾ നൽകിക്കഴിഞ്ഞാണ് ടൂർണമെന്റിലെ മികച്ച താരത്തെ പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ മെസ്സിയുടെ കടുത്ത നിലപാടിനെ തുടർന്ന് സംഘാടകർക്ക് ആ പുരസ്കാരം പരസ്യമായി പ്രഖ്യാപിക്കാൻ പോലും സാധിച്ചില്ല. സ്റ്റേഡിയത്തിലെ ബിഗ് സ്ക്രീനിൽ നിന്ന് മികച്ച താരത്തിനുള്ള പുരസ്കാരത്തിന്റെ വിവരങ്ങൾ പെട്ടെന്ന് നീക്കം ചെയ്യുകയും ആർക്കും നൽകാതെ ആ ട്രോഫി അണിയറയിലേക്ക് മാറ്റുകയും ചെയ്തു. തന്റെ ടീം പരാജയപ്പെടുമ്പോൾ വ്യക്തിഗത നേട്ടങ്ങൾ ആഘോഷിക്കുന്നത് അർത്ഥശൂന്യമാണെന്ന് വിശ്വസിച്ച മെസ്സി പുരസ്കാരവേദിയിൽ നിന്ന് തല താഴ്ത്തി നടന്നു നീങ്ങി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995
44422. രണ്ടായിരത്തി 2015 കോപ്പ അമേരിക്ക പരാജയത്തിന് പിന്നാലെ മെസ്സിയെ കാത്തിരുന്നത് മറ്റൊരു അഗ്നി പരീക്ഷയായിരുന്നു. തൊട്ടടുത്ത വർഷം, അതായത് 2016 കോപ്പ അമേരിക്കയുടെ 100ാം വാർഷികം ആഘോഷിക്കുന്ന കോപ്പ അമേരിക്ക സെന്റിനാരിയോ അമേരിക്കയിൽ വച്ച് നടക്കുകയാണ്. ടൂർണമെന്റിനിടെ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന്റെ മോശം മാനേജ്മെന്റിനെതിരെ മെസ്സി പരസ്യമായി രംഗത്തു വന്നു. ടീമിന് കൃത്യസമയത്ത് വിമാനവും സൗകര്യങ്ങളും ലഭിക്കാത്തതിനെ തുടർന്ന് AFA ഒരു ദുരന്തമാണെന്ന് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. ഒരു നായകനെന്ന നിലയിൽ ടീമിലെ സഹതാരങ്ങളുടെ അവകാശങ്ങൾക്കായി മെസ്സി ശബ്ദമുയർത്തിയ വർഷം കൂടിയായിരുന്നു അത്. അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അത് വെറുമൊരു ടൂർണമെന്റ് ആയിരുന്നില്ല. മറിച്ച് തുടർച്ചയായ ഫൈനൽ പരാജയങ്ങളുടെ ശാപം കഴുകിക്കളയാനുള്ള ഒരവസരമായിരുന്നു. പക്ഷേ പരിക്ക് വീണ്ടും മെസ്സിയുടെ കരിയറിൽ വില്ലനായി കടന്നുവന്നു. ടൂർണമെന്റ് തുടങ്ങുന്നതിന് തൊട്ടുമുൻപ് ഹോണ്ടുറാസിനെതിരെയുള്ള സൗഹൃദ മത്സരത്തിൽ മെസ്സിയുടെ നട്ടെല്ലിന് പരിക്കേറ്റു. ഇതുമൂലം ചിലിക്കെതിരെയുള്ള അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ മെസ്സിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. പനാമയ്ക്കെതിരെയുള്ള രണ്ടാമത്തെ മത്സരത്തിലും മെസ്സി ആദ്യ 11-ൽ ഉണ്ടായിരുന്നില്ല. ആരാധകർ നിരാശരായിരിക്കുമ്പോഴാണ് കളിയുടെ രണ്ടാം പകുതിയിൽ ആ ട്വിസ്റ്റ് സംഭവിക്കുന്നത്. കളിയുടെ 61ാം മിനിറ്റിൽ അഗസ്റ്റോ ഫെർണാണ്ടസിന് പകരക്കാരനായി മെസ്സി മൈതാനത്തേക്ക് എത്തുകയായി. അപ്പോൾ അർജന്റീന 1-0 മുന്നിലായിരുന്നു. മൈതാനത്തിറങ്ങി 7 മിനിറ്റിനുള്ളിൽ മെസ്സി തന്റെ ആദ്യ ഗോൾ നേടി. പനാമയുടെ പ്രതിരോധത്തിന്റെ പിഴവിൽ നിന്ന് കിട്ടിയ പന്ത് മെസ്സി അനായാസം വലയിലെത്തിക്കുകയായിരുന്നു. കളിയുടെ 78ാം മിനിറ്റിൽ ലഭിച്ച ഫ്രീ കിക്ക് ഏകദേശം 25 വാര അകലെ നിന്ന് മെസ്സി ഗോൾ കീപ്പറെ കാഴ്ചക്കാരനാക്കി പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് അടിച്ചുകയറ്റി. അധികം താമസിയാതെ 3 ഡിഫൻഡർമാരെ വെട്ടിയൊഴിഞ്ഞ് ഇടതുകാലുകൊണ്ട് തൊടുത്ത ഷോട്ട് വലയുടെ മൂലയിലെത്തിച്ചുകൊണ്ട് മെസ്സി പുതിയ ചരിത്രം രചിച്ചു. കളിക്കളത്തിൽ വെറും 19 മിനിറ്റിനുള്ളിലാണ് മെസ്സി ഒരു ഹാട്രിക് പൂർത്തിയാക്കിയത്. പകരക്കാരനായി ഇറങ്ങി ഇത്രയും വേഗത്തിൽ ഹാട്രിക് നേടുന്നത് ഫുട്ബോൾ ചരിത്രത്തിലെ അപൂർവമായ കാഴ്ചയാണ്. മെസ്സിയുടെ ഈ തകർപ്പൻ പ്രകടനത്തോടെ അർജന്റീന ആ മത്സരം 5-0 വിജയിക്കുകയും ക്വാർട്ടർ ഫൈനൽ ഉറപ്പിക്കുകയും ചെയ്തു. ആ ഗോളോടെ അർജന്റീനയുടെ എക്കാലത്തെയും വലിയ ഗോൾ വേട്ടക്കാരനായി മെസ്സി മാറി. പരിക്കിനെ പേടിച്ച് മെസ്സിയെ ബെഞ്ചിലിരുത്തിയവർക്കുള്ള മറുപടിയായിരുന്നു ആ 19 മിനിറ്റുകൾ. വെറും 1/4 മണിക്കൂർ കൊണ്ട് ഒരു മത്സരത്തിന്റെ ഫലം തന്നെ മാറ്റിമറിക്കാൻ തനിക്ക് കഴിയുമെന്ന് മെസ്സി ഒരിക്കൽ കൂടി തെളിയിച്ചു. ജൂൺ 26, 2016 ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയം വീണ്ടും ഒരു അർജന്റീന ചിലി ഫൈനലിന് സാക്ഷിയായി. കഴിഞ്ഞ വർഷത്തെ തോൽവിക്ക് പകരം വീട്ടാനിറങ്ങിയ മെസ്സിക്ക് മുന്നിൽ ചിലി വീണ്ടും വൻമതിൽ തീർത്തു. 120 മിനിറ്റ് നീണ്ട പോരാട്ടത്തിനൊടുവിലും ഗോൾ പിറന്നില്ല. കളി വീണ്ടും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക്. ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്ന നിമിഷം. അർജന്റീനയുടെ ആദ്യ കിക്കെടുക്കാൻ വന്നത് സാക്ഷാൽ മെസ്സിയായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മെസ്സിയുടെ കിക്ക് ക്രോസ് ബാറിന് മുകളിലൂടെ പറന്നു. ആ പന്ത് ഗാലറിയിലേക്ക് പോയപ്പോൾ മെസ്സിയുടെ ഹൃദയവും തകരുകയായിരുന്നു. അർജന്റീന വീണ്ടും പരാജയപ്പെട്ടു. തുടർച്ചയായ 3 വർഷങ്ങളിൽ 3 പ്രധാന ഫൈനലുകളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന മെസ്സി തകർന്നുപോയി. മത്സരശേഷം ഗ്രൗണ്ടിലിരുന്ന് വിതുമ്പുന്ന മെസ്സിയുടെ ചിത്രം ആരാധകരെ സങ്കടത്തിലാഴ്ത്തി. ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങും മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ മെസ്സി ആ കടുത്ത തീരുമാനം പ്രഖ്യാപിച്ചു.
ദേശീയ ടീമിലെ എന്റെ കരിയർ ഇവിടെ അവസാനിക്കുന്നു. ഞാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ കിരീടം നേടാൻ എനിക്ക് സാധിക്കുന്നില്ല. ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ആ വാർത്ത ഒരു ഇടുത്തിയായിരുന്നു. അർജന്റീനയിലെ തെരുവുകളിൽ ജനങ്ങൾ മെസ്സിയോട് മടങ്ങിവരാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രകടനങ്ങൾ നടത്തി. അന്നത്തെ അർജന്റീനൻ പ്രസിഡന്റും സാക്ഷാൽ ഡീഗോ മറഡോണയും മെസ്സിയെ ഫോണിൽ വിളിച്ച് തീരുമാനം മാറ്റാൻ ആവശ്യപ്പെട്ടു. ലോകം മുഴുവൻ ആ 10-ാം നമ്പർ മജീഷ്യന്റെ തിരിച്ചുവരവിനായി പ്രാർത്ഥിച്ചു. മെസ്സിയെ വിമർശിച്ചിരുന്നവർ പോലും അദ്ദേഹം തിരികെ വരണമെന്നാവശ്യപ്പെട്ട് തെരുവിലിറങ്ങി. ബ്യൂണസ് ഐറസ് നഗരത്തിലെ തെരുവുകളിൽ 10,000-കണക്കിന് ആളുകൾ മഴ നനഞ്ഞുകൊണ്ടൊത്തുകൂടി. ലിയോ, നീ പോകരുത് എന്നെഴുതിയ പ്ലക്കാർഡുകൾ നഗരമെങ്ങും നിറഞ്ഞു. അർജന്റീനയിലെ ആയിരക്കണക്കിന് സ്കൂൾ കുട്ടികൾ മെസ്സിക്ക് കത്തുകൾ എഴുതി. തോൽവികളല്ല, അദ്ദേഹത്തിന്റെ കളിയോടുള്ള അഭിനിവേശമാണ് തങ്ങൾക്ക് വലുതെന്ന് അവരാവർത്തിച്ചു. ഇക്കാലത്ത് തന്നെയാണ് മെസ്സിക്കും പിതാവ് ജോർജ് മെസ്സിക്കും കോടതി 21 മാസം തടവ് ശിക്ഷ വിധിച്ചത്. കൂടാതെ മെസ്സിക്ക് 2 മില്യൺ യൂറോയും പിതാവിന് 1.5 മില്യൺ യൂറോയും പിഴയും വിധിച്ചു. സ്പാനിഷ് നിയമപ്രകാരം അക്രമാസക്തമല്ലാത്ത കുറ്റങ്ങൾക്ക് 2 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കുന്നവർക്ക് മുൻകാല കുറ്റകൃത്യങ്ങളില്ലെങ്കിൽ ജയിലിൽ പോകേണ്ടതില്ല. ഈ ആനുകൂല്യം ലഭിച്ചതിനാൽ മെസ്സിക്കും പിതാവിനും ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നില്ല. മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ കാലഘട്ടമായിരുന്നു അത്. വിരമിക്കൽ പ്രഖ്യാപനത്തിന് പിന്നാലെ അർജന്റീനയിലുണ്ടായ വൈകാരികമായ പ്രതികരണങ്ങൾ മെസ്സിയെ വല്ലാതെ സ്വാധീനിച്ചു. കൂടാതെ അന്നത്തെ അർജന്റീനിയൻ കോച്ച് എഡ്ഗാർഡോ ബൗസ ബാഴ്സലോണയിലെത്തി മെസ്സിയെ നേരിട്ട് കണ്ട് സംസാരിച്ചു. ടീമിന്റെ പദ്ധതികളെക്കുറിച്ചും മെസ്സിയുടെ ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം വ്യക്തമാക്കിയത് മെസ്സിയെ മാറ്റി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തി 7 ആഴ്ചകൾക്ക് ശേഷം 2016 ഓഗസ്റ്റിൽ മെസ്സി തന്റെ മടങ്ങിവരവ് പ്രഖ്യാപിച്ചു. അർജന്റീനിയൻ ഫുട്ബോളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ രാജ്യത്തെയും ഈ ജേഴ്സിയെയും ഞാൻ അത്രയധികം സ്നേഹിക്കുന്നു. മെസ്സിയുടെ ഈ വാക്കുകൾ അർജന്റീനയ്ക്ക് പുതിയ പ്രത്യാശ നൽകി. 2016 ആ അഗ്നിപരീക്ഷകൾ മെസ്സിയെ കൂടുതൽ കരുത്തനാക്കി മാറ്റുകയായിരുന്നു. വിരമിക്കൽ പ്രഖ്യാപനം പിൻവലിച്ചു മാസങ്ങൾക്കുള്ളിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് അദ്ദേഹം ലോകത്തോട് പങ്കുവച്ചു. തന്റെ കുട്ടിക്കാലം മുതൽക്കേയുള്ള പ്രണയിനി ആന്റോണെല്ല റൊക്കോസോയെ 2017 ജൂൺ 30 മെസ്സി വിവാഹം കഴിച്ചു. ജന്മനാടായ റൊസാരിയോയിൽ വെച്ച് നടന്ന ആ വിവാഹം മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷമായിരുന്നു. കളിക്കളത്തിൽ മെസ്സി റെക്കോർഡുകൾ തിരുത്തിക്കൊണ്ടിരുന്നു. 2016 ചാമ്പ്യൻസ് ലീഗിൽ സെൽറ്റിക്കിനെതിരെ ഗോൾ നേടിയതോടെ അന്താരാഷ്ട്ര ക്ലബ്ബ് മത്സരങ്ങളിൽ 100 ഗോളുകൾ നേടുന്ന ആദ്യ താരമായി മെസ്സി മാറി. 2016 മെസ്സി മികച്ച പ്രകടനം നടത്തിയെങ്കിലും ആ വർഷത്തെ ബാലൻ ഡിയോർ പുരസ്കാരം ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്കാണ് ലഭിച്ചത്. മൈതാനത്തെ തളർച്ചകൾക്കിടയിൽ മെസ്സി തന്റെ രൂപത്തിലും മാറ്റങ്ങൾ വരുത്തി. പ്ലാറ്റിനം ബ്ലോണ്ട് മുടിയും ഇടതൂർന്ന താടിയുമുള്ള ഒരു പുതിയ പോരാളിയായി അദ്ദേഹം മാറി. എല്ലാം പൂജ്യത്തിൽ നിന്ന് തുടങ്ങാനുള്ള ഒരു ശ്രമമായി അത്.